അൽ മാ ഉൽ മുത്തുലഖു, മുത്തുലക്കായ വെള്ളം, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മുത്തുലക്കായ വെള്ളം, അതിൻ്റെ ഓപ്പോസിറ്റാണ് മുഖയ്യദായ വെള്ളം. മുത്തുലക്ക്, മുഖയ്യദ്. മുഖയ്യദ് എന്ന് പറഞ്ഞാൽ ഉപാധിയുള്ള വെള്ളം. മുത്തുലക്ക് എന്ന് പറഞ്ഞാൽ ഉപാധിയില്ലാത്ത വെള്ളം. ഒന്ന് ഉപാധിയുള്ള വെള്ളം, മറ്റൊന്ന് ഉപാധി ഇല്ലാത്ത വെള്ളം. മനസ്സിലായോ? യുസ്തറതു, യുസ്തറതു നിബന്ധനയായിരിക്കും. ലി കുല്ലി തഹാറത്തിൻ, എല്ലാ ശുദ്ധീകരണത്തിനും നിബന്ധനയാക്കപ്പെടും. മാ ഉൻ, മാ വെള്ളം നിബന്ധനയാക്കപ്പെടും. ത്വഹൂറുൻ, ത്വഹൂറായ വെള്ളം. ത്വഹൂറായ വെള്ളം ഏതൊരു ശുദ്ധീകരണത്തിനും നിബന്ധനയാണ്. അത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവട്ടെ, നജസിൽ നിന്ന് ശുദ്ധിയാവട്ടെ. അശുദ്ധികളിൽ രണ്ട് അശുദ്ധിയുണ്ട്. ആ രണ്ട് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാനും നജസിനെ നമ്മൾ ശുദ്ധീകരിക്കുന്നതിനും ത്വഹൂറായ വെള്ളം നിബന്ധനയാണ്. ത്വഹൂറായ വെള്ളം കൊണ്ടല്ലാതെ ശുദ്ധീകരിക്കാൻ പറ്റൂല, ശുദ്ധിയാവുകയും ഇല്ല. എന്താണ് ത്വഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ? വഹുവ, ത്വഹൂറായ വെള്ളം, അത്താഹിറു, അത് ശുദ്ധിയുള്ളതാണ്. ഫീ നഫ്സിഹി, സ്വയം സ്വയം ശുദ്ധിയുണ്ട്. അതുപോലെ അത് മാത്രമല്ല, വൽ മുത്തഹിറു ലിഗൈരിഹി, മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നതുമാണ്. മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റും. ത്വഹറ യുതഹിറു, ത്വഹറ യുതഹിറു, അതിന്റെ ഇസ്മു ഫായിലാണ് മുത്തഹിറു. മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമാണ്. സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, വ അൻസൽനാ, നാം ഇറക്കിയിരിക്കുന്നു, മിനസ്സമാഇ, ആകാശത്തിൽ നിന്ന്, മാഅൻ ത്വഹൂറൻ, ത്വഹൂറായ വെള്ളത്തിനെ നാം ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ത്വഹൂറായ വെള്ളം നാം ആകാശത്തിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ത്വഹൂറായ വെള്ളമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത് ശുദ്ധീകരണത്തിനും മറ്റും എന്ന് നമ്മളെ പഠിപ്പിക്കണം. വയുഖാലു ലഹു, ഈ ത്വഹൂറായ വെള്ളത്തിന് പറയപ്പെടും. വയുഖാലു, പറയപ്പെടും, ലഹു, ഇതിന്, ഏതിന്? ത്വഹൂറായ വെള്ളത്തിന് പറയപ്പെടും. അൽ മാ, അൽ മാ ഉൽ മുത്തുലഖു, അൽ മാ ഉൽ മുത്തുലഖ് എന്നും പേര് പറയപ്പെടും. അൽ മാ ഉൽ മുത്തുലഖ് എന്നും പേര് പറയപ്പെടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വഹുവ, മാ ഉൽ മുത്തുലഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോന്നിനും ഓരോ പേര് കൊടുക്കണതിനും ആ പേരിനൊരു ന്യായം പറയണം. ത്വഹൂറായ വെള്ളം എന്ന് പറയാനുള്ള ന്യായം പറഞ്ഞു, അത് സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതാണ്. മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? വഹുവ, അത് മാ, ഒരു വെള്ളമാണ്. യഖഉ അലൈഹി, ആ ഒരു വെള്ളത്തിൻ്റെ മേൽ സംഭവിക്കും. ഇസ്മുൽ മായി, വെള്ളം എന്ന പേര്. ബിലാ ഖൈദിൻ, ഒരു ഉപാധിയും ഇല്ലാതെ, ഒരു ഉപാധിയും ഇല്ലാതെ വെള്ളം എന്ന പേര് സംഭവിക്കുന്ന ഒന്നിനാണ് എന്തെന്ന് പറയാം? മുത്തലക്ക് എന്ന് പറയാം. മാവുൻ മുത്തലക്ക്. ഒരു ഉപാധിയില്ല. കഞ്ഞി എന്നുള്ള ഉപാധിയില്ല, പനിനീർ എന്നുള്ള ഉപാധിയില്ല, നാരങ്ങ വെള്ളം എന്നുള്ള ഉപാധിയില്ല, തേങ്ങൻ്റെ വെള്ളം എന്നുള്ള ഉപാധിയില്ല, മുന്തിരി ജ്യൂസ് കലക്കിയ വെള്ളം എന്ന ഉപാധിയില്ല, ചായ കലക്കിയ വെള്ളം എന്ന ഉപാധിയില്ല, ഹോർലിക്സ് വെള്ളം, ബൂസ്റ്റ് വെള്ളം, ഒരു കൈതുമില്ല. തേങ്ങ വെള്ളം ഒന്നും എടുക്കാൻ പറ്റൂല, കുടിക്കാൻ പറ്റും. തേങ്ങന്റെ ഉള്ളിലത്തെ വെള്ളം തൊഹൂറല്ല, താഹിർ. ഏതുപോലെ? കമാഇൽ ബിഹാരി, സമുദ്രങ്ങളിലെ വെള്ളം പോലെ, വൽ അൻഹാരി, പുഴകളിലെ വെള്ളം പോലെ, വൽ ആബാർ, കിണറിലെ വെള്ളം പോലെ, വൽ അംതാർ, മഴയിലെ വെള്ളം, മഴകളിലെ വെള്ളം പോലെ. ഇത് നമുക്ക് എന്ത് പറ്റൂല? ഇതിപ്പോ ഓരോ ഉപാധിയല്ലേ. മഴവെള്ളം, മഴ എന്നുള്ളൊരു കൈതില്ലേ. പുഴവെള്ളം, പുഴ എന്നുള്ളതൊന്നുമില്ലേ. അത് നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാം കൈതുണ്ടാവും. ഇപ്പം ഞാനൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നാൽ അത് ജാബിർ ഉസ്താദ് കൊണ്ടുവന്ന വെള്ളം എന്ന് പറയാലോ.
അതൊരു ഉപാധിയായിട്ട് പരിഗണിക്കൂല. നമ്മളൊരു പാത്രത്തിലെടുത്തു, ഒരു പാത്രത്തിലെടുത്ത വെള്ളം, ആ പാത്രത്തിലെടുത്ത വെള്ളം എന്നും പറയാലോ ഉപാധി. അത് ഉപാധിയല്ല, അത് ആ സ്ഥലത്തുണ്ടായത് കൊണ്ട് അങ്ങനെ ആ സ്ഥലത്ത് പറഞ്ഞ. നേരെ മറിച്ച് മറ്റേത് അങ്ങനെയല്ല. കഞ്ഞിയുടെ വെള്ളം അത് കഞ്ഞിയുടെ വെള്ളം ആയതാണ്, കഞ്ഞി വെച്ചപ്പോൾ. ചായയുടെ വെള്ളം ചായ ഉണ്ടാക്കിയതാണ്. തേങ്ങൻ്റെ വെള്ളം അത് തേങ്ങയിൽ മാത്രം ഉണ്ടാകുന്നതാണ്. അത് അതിൻ്റെ പ്രത്യേകമായ സമയങ്ങളിൽ അത് വ്യത്യാസം വരുന്നുണ്ടല്ലോ. തേങ്ങൻ്റെ വെള്ളം, മൂത്ത തേങ്ങൻ്റെ ഉള്ളിലെ വെള്ളം ഒരു രൂപമായിരിക്കും, ഇളനീരിൻ്റെ വേറെ രൂപമായിരിക്കും, അല്ലെങ്കിൽ മറ്റേ അച്ചിങ്ങൻ്റെ ഉള്ളിൽ വേറെ ആയിരിക്കും. അതിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ വെള്ളം എന്ന് നമ്മൾ സാധാരണ പറയുന്നത് അത് പുഴയിൽ നിന്നെടുത്ത വെള്ളം വെള്ളമാണ്, കിണറ്റിൽ നിന്നെടുത്ത വെള്ളം മഴവെള്ളം വെള്ളമാണ്, സമുദ്രത്തിലെ വെള്ളമൊക്കെ. ഇതൊന്നും ഉപാധിയല്ല. ഇതിനൊക്കെ നമുക്ക് എന്തെന്ന് പറയും, വെള്ളം എന്നൊരു ഉപാധിയും ഇല്ലാതെ പറയാം. ആണോ? ബിഖിലാഫി നഹവിൽ ഖല്ലി, സുർക്ക പോലോത്തതിനെതിരായിട്ട്. സുർക്ക കാണാൻ വെള്ളം തന്നെയാണ്, വിനാഗിരി കള്ളത്തിന്റെ കളർ തന്നെയാണ്. അതെന്താണ്? അത് കള്ള് സുർക്കയായതാണ്. മറ്റേ ഈ ഹംറ് നമുക്ക് അത് നിശ്ചിത സമയം മരുന്നൊന്നും ചേർക്കാൻ പറ്റില്ല, മരുന്നൊന്നും ചേർത്തിട്ട് പറ്റില്ല, സ്വയം സുർക്കയാവും. അത് ചില എന്താ പറയാ, കള്ളന്നെ കള്ള് നരസാണ്, പക്ഷെ കള്ള് സ്വയം സുർക്കയായാൽ ഉപയോഗിക്കാം. അതുപോലെ മൃഗത്തിന്റെ തോല് നരസാണ്, പക്ഷെ അത് ഊറക്കിട്ടാൽ ഉപയോഗിക്കാം. ഊറക്കിടുക എന്നൊക്കെ പറയും, അത് നമ്മൾ ശേഷം പറയുന്നുണ്ട്. നജസിൽ നിന്ന് നജസ് എന്താവൂല, ശുദ്ധിയുള്ളതാവൂല. ഏതൊഴികെ, ഇത് രണ്ടെണ്ണം ഒഴികെ എന്ന് പറയുന്നുണ്ട്. അപ്പം അതേപോലെ ഹല്ല്, സുർക്ക എന്താണ്? അത് വെള്ളമല്ല, അതിനാരും വെള്ളമെന്ന് പറയില്ല, അതിന് വിനാഗിരി എന്നേ പറയുള്ളൂ. അതുപോലെ വൽ മുത്തഗയ്യിരി കസീറൻ, ധാരാളം പകർച്ചയായതും ധാരാളം വ്യത്യാസം വന്നൊരു വെള്ളം. എന്തുകൊണ്ട് ധാരാളം വ്യത്യാസം വന്നു? ബി ത്വാഹിരിൻ, ശുദ്ധിയുള്ള ഒന്നുകൊണ്ട്. ശുദ്ധിയുള്ള ഒന്ന് വെള്ളത്തിൽ കലർന്നു, എന്നിട്ട് അതിന് വ്യത്യാസം വന്നു, ധാരാളം വ്യത്യാസം വന്നു. ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നു വെക്കുക, ആ വെള്ളത്തിൽ ശുദ്ധിയുള്ള ഒരു വസ്തു കലർന്നു. എങ്ങനെയുള്ള ശുദ്ധിയുള്ള വസ്തുവാണ്? യുംകിനു, സൗകര്യമാണ്, സാധ്യമാണ്, സൗനുൽ മായി, വെള്ളത്തിനെ സൂക്ഷിക്കൽ, അനുഹാ, ശുദ്ധി, ആ വസ്തുവിനെ തൊട്ട്. വെള്ളത്തിനെ ആ വസ്തുവിനെ തൊട്ട് സൂക്ഷിക്കാൻ പറ്റും. ആ വസ്തു വെള്ളത്തിലേക്ക് ആവാതെ സൂക്ഷിക്കായിരുന്നു. ആ വസ്തു വെള്ളത്തിൽ വീഴാതെ സൂക്ഷിക്കാമായിരുന്നു, വെള്ളത്തിനെ സംരക്ഷിച്ചു വെക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ സംരക്ഷിച്ചില്ല. ഏതുപോലെ? കദ്ദക്കേക്ക്, പൊടി പോലെ. പൊടി വെള്ളത്തിൽ വന്ന് കലങ്ങി. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ എന്ത് ചെയ്തു? ഗോതമ്പ് പൊടി നമ്മൾ അരിപ്പൊടിയൊക്കെ മാറ്റിയ വെക്കല്, വെള്ളം വേറെ സ്ഥലത്താണ് വെക്കല്. അത് വെള്ളത്തിലേക്ക് അത് വീഴാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ വൽ മിതാദി, മഷി സാധാരണ വെള്ളത്തിൽ കലക്കാറില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഈ പറയപ്പെട്ട വസ്തുക്കളെ പോലത്ത വെള്ളത്തിനെ സൂക്ഷിക്കാൻ സാധ്യമാകുന്ന സംഗതി അത് ത്വാഹിർ തന്നെയാണ്. പൊടികൾ ത്വാഹിറാണ്, മഷി ത്വാഹിറാണ്. പക്ഷെ ഇവകൾ വെള്ളത്തിലാവാതെ നമുക്ക് സൂക്ഷിക്കാമായിരുന്നു. ഇവകൾ എന്ത് ചെയ്തു? വെള്ളത്തിൽ കലങ്ങിയാൽ ധാരാളം പകർച്ചയാൽ, കുറച്ചല്ല കേട്ടോ, കുറഞ്ഞ പകർച്ചയല്ല, ധാരാളം പകർച്ചയായാൽ എന്ത് ചെയ്യും? എന്തുവരും? ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഉജാലി തന്നെ. ഉജാലി നമുക്ക് വെള്ളത്തിലാവാതെ സൂക്ഷിക്കാലോ, മഷി പോലെ തന്നെ അല്ലേ. ഒരു മിനിറ്റ്. അപ്പോ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും, വെള്ളത്തിലാവാതെ സൂക്ഷിക്കാൻ സാധിക്കുന്ന
കലങ്ങുന്ന വസ്തു വെള്ളത്തിൽ കലർന്നു ശുദ്ധിയുള്ളത്. നജസിനെ കുറിച്ച് ചർച്ചയല്ല കേട്ടോ. നജസ് കലങ്ങിയാൽ അതിനെക്കുറിച്ച് ചർച്ചയല്ല. അത് തുള്ളിയായാലും വേണ്ടില്ല, കൂടുതലായാലും വേണ്ടില്ല, വ്യത്യാസം വന്നാലും വേണ്ടില്ല, വ്യത്യാസം വന്നില്ലെങ്കിലും വേണ്ടില്ല. നജസ് കലങ്ങിയാൽ, കുറഞ്ഞ വെള്ളത്തിൽ നജസ് കലങ്ങി, നജസ് വീണാൽ തന്നെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. കുറഞ്ഞ വെള്ളത്തിലേ, കൂടിയ വെള്ളത്തിലാണെങ്കിൽ ചെറിയ അളവുണ്ട്, നമ്മൾ ശേഷം വിശദീകരിക്കും. കൂടിയ വെള്ളത്തിലാണെങ്കിൽ ശേഷം പറയും. അപ്പൊ ഇവിടെ ത്വാഹിറായ വസ്തുവാണ്, സ്വയം ശുദ്ധിയുള്ള വസ്തുവാണ്, അത് വെള്ളത്തിൽ വീണ് കലങ്ങി, അത് നമുക്ക് അതിനെ സൂക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. സൂക്ഷിക്കാൻ, എന്നിട്ടും വെള്ളത്തിൽ അത് പെട്ടു, വെള്ളത്തിൽ കലങ്ങി, ധാരാളം വ്യത്യാസം വന്നു വെള്ളത്തിന്. ഫക്കിലാഹുമ, ഇവ രണ്ടും, ഈ സുർക്കയും ഈ പറയപ്പെട്ട വ്യത്യാസം വന്ന വെള്ളവും, ലാ യുസമ്മാൻ, ഇവകൾക്ക് എന്ത് എന്ന് പറയില്ല, വെള്ളം എന്ന് പറയില്ല. അല്ലേ, വെള്ളം എന്ന് പറയില്ല. ഇവകൾക്ക് എന്താ പറയാ, വിനാഗിരി എന്നാണ് ഒന്നാമത്തേൽ പറയാം, മറ്റേത് പൊടി കലക്കിയത് എന്നാ പറയാം, അല്ലെങ്കിൽ മഷി കലക്കിയത് എന്നാ പറയാം. മഷി വെള്ളം എന്നല്ലേ പറയാം. അപ്പൊ അത് തകയ്യൂർ നീങ്ങിപ്പോയി, നമ്മൾ പകർച്ചയായ അവസ്ഥയിലേക്ക് പറയുന്നത്. തകയ്യൂർ എന്ത് ചെയ്തു? അപ്പൊ തകയ്യൂർ നീങ്ങുന്ന ഒരു ഘട്ടം വരൂലേ. ഇതിപ്പോ നമ്മൾ പറയുന്നത് അതിന്റെ കളർ അങ്ങനെ തന്നെ, വെള്ളത്തിന്റെ 3 ഗുണം ഉണ്ടല്ലോ, 3 ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അതേ രൂപത്തിൽ ശേഷിച്ചു. ആ അവസ്ഥയാകുമ്പോഴാണ് നമ്മൾ പറയാൻ പറ്റൂല. ഇനി അതുപോലെ വബി ഖിലാഫി മാഇൽ വർദി, പനിനീർ വെള്ളത്തിനും എതിരായിട്ട്, പനിനീർ വെള്ളം. അതുപോലെ വൽ മുത്തനജ്ജിസി, മലിനജലവും എതിരായിട്ട്. വൽ മുസ്തഅമലി ഫി ഫർദിൻ, ഫർദിൽ ഉപയോഗിക്കപ്പെട്ടതിനും എതിരായി. ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം, മലിന വെള്ളം, പനിനീർ വെള്ളം. പനിനീർ വെള്ളം ശുദ്ധിയുള്ളതാണ്. മുത്തനജ്ജിസ് എന്ന് പറഞ്ഞാൽ നജസായ വെള്ളമാണ്. മുസ്തഅമൽ എന്ന് പറഞ്ഞാലും ശുദ്ധിയുള്ളതാണ്. ഫർദിൽ ഉപയോഗിക്കപ്പെട്ട, സുന്നത്തിലല്ല കേട്ടോ, ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം. സുന്നത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം മുസ്തഅമലാവൂല. രണ്ടാമത് മുഖം കഴുകുമ്പോൾ വെള്ളം ഉപയോഗിച്ചു, ആ വെള്ളം ആയിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഫർദ് ഒന്നാമത്തെ കഴുകലല്ലേ. സുന്നത്തിന് അത് കുഴപ്പമില്ലല്ലോ. സുന്നത്തിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ എങ്ങനെ സുന്നത്താകൽ എപ്പോഴാണ്? രണ്ടാമത്തതാണ് സുന്നത്ത്. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. വായ കൊപ്പിളിക്കുമ്പോൾ നമ്മൾ വെള്ളം ആയി തുപ്പി, പിന്നെ ചുണ്ടുമീ ഇവിടെ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടാവില്ലേ, അത് ഒറ്റിപ്പോയി, അതൊന്നും പ്രശ്നം. അത് നമ്മൾ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനാണ് മുസ്തഅമലായ വെള്ളം എന്ന് പറയുന്നത്. ഈ വെള്ളങ്ങൾക്കും എതിരായിട്ട് ഫൈനഹ, തീർച്ചയായിട്ടും ഈ വെള്ളങ്ങൾ ലാ യുത്ലഖു അലൈഹ, ഇവകളുടെ മേൽ ഉപയോഗിക്കപ്പെടുകയില്ല, പറയപ്പെടുകയില്ല. ഇസ്മുൽ മായി, വെള്ളം എന്ന പേര് പറയപ്പെടൂല. ഇല്ലാ മുഖയ്യദൻ, കൈത് കൊടുക്കപ്പെട്ടിട്ടല്ലാതെ, ഒരു ഉപാധി വെച്ചിട്ടല്ലാതെ. ഒരു ഉപാധി വെച്ചിട്ട് മാത്രമേ അത് പറയുള്ളൂ. എന്ത് നമ്മൾ പറയും, മുത്തനജ്ജിസായ വെള്ളത്തിനും വെള്ളത്തിന് പേര് പറയില്ല, മലിനജലം എന്നേ അതിന് പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതും പറ്റൂല. മലിനം എന്നുള്ളൊരു ഉപാധി ഉണ്ടല്ലോ, ജലമാണ്, മലിനമായ ജലമാണ്, അപ്പൊ ഉപാധിയാണത്. മറ്റേ പനിനീർ വെള്ളം എന്ന് പറഞ്ഞാൽ പനിനീർ കൊണ്ടൊരു ഉപാധി പറഞ്ഞു, ഇത് മലിനം എന്നുള്ള കൊണ്ടൊരു ഉപാധി പറഞ്ഞു, മറ്റേത് ഉപയോഗിക്കപ്പെട്ടു എന്ന ഒരു ഉപാധി പറഞ്ഞു. ഉപാധികൾ സിഫത്ത് കൊണ്ടാവാം. മലിനമായ ജലം, പനിനീർ കലർന്ന വെള്ളം, ഉപയോഗിക്കപ്പെട്ട ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം, ഇതൊക്കെ ഉപാധിയാണ്. ഒരാൾ വന്നു എന്ന് പറഞ്ഞു, അത് ഏതാളും ആവാം. തടിച്ചൊരാൾ വന്നു പറഞ്ഞു, അപ്പൊ അതിനർത്ഥം എന്താ? തടി എന്ന ഒരു വിശേഷണമുള്ള ഒരാൾ വന്നു. അപ്പൊ മെലിഞ്ഞ ഒരാളല്ല വന്നു. അപ്പൊ ആ ആൾക്ക് നമ്മളൊരു ഉപാധി വെച്ചു, തടിച്ചവനായിരിക്കുക എന്നുള്ളത്, അല്ലേ? അതേപോലെ തന്നെ ഇവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഏത് വെള്ളവും ആവാം, വെള്ളം എന്ന് പറയാൻ പറ്റുന്ന ഏതുമാവാം. പക്ഷെ മലിനം എന്ന് പറഞ്ഞാൽ അത് മലിനജലായി, ഉപാധിയായി. അത്
അതുപോലെ പനിനീർ വെള്ളം എന്ന് പറഞ്ഞാൽ പനിനീർ കലർന്ന വെള്ളമായി. പർദ്ദുൽ ഉപയോഗിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ പർദ്ദുൽ ഉപയോഗിക്കപ്പെട്ട എന്ന ഉപാധി പറഞ്ഞ വെള്ളമായി. കണ്ടീഷൻ എന്നൊക്കെ പറയാം, ഉപാധി കണ്ടീഷൻ, ഒരു ഷർത്ത് വെച്ച പോലെ ഒരു ഉപാധി വെച്ചു, നിബന്ധന വെച്ചു. അപ്പൊ ചുരുക്കത്തിൽ വെള്ളത്തിന് മാ ഉൻ തൊഹൂർ എന്നും പേര് പറയും, മാ ഉൻ മുത്തലക്ക് എന്നും പറയും. അപ്പൊ നമ്മളിപ്പോ 2-3 കാര്യങ്ങൾ പഠിച്ചു. ഒന്ന്, ശുദ്ധീകരണത്തിന് തൊഹൂറായ വെള്ളം വേണം. തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്നതുമാണ്. മാ ഉൻ മുത്തലക്ക് എന്നതിന് പേരുണ്ട്. ഉപാധികൾ ഇല്ലാത്ത വെള്ളമാണത്. അപ്പോൾ ഉപാധിയുള്ള വെള്ളം ശുദ്ധീകരണത്തിന് പറ്റൂല. ഉപാധികളുള്ള വെള്ളത്തിന് ഉദാഹരണമാണ് ഒന്ന് മാവുൽ വർദ്, മലിനജലം, അതുപോലെ മുസ്തഅമലായ വെള്ളം. ഇനി ചിലപ്പോൾ വെള്ളം എന്ന പേര് തന്നെ പറയാൻ പറ്റാത്ത വെള്ളം ഉണ്ടാവും. മലിനജലം എന്നുള്ള ഉപാധി മാത്രമല്ല, സുർക്ക പോലത്തെ, അതിന് വെള്ളം എന്നുള്ള പേരെന്നെ പറയില്ല. അതിന്റെ പേരെന്നെ എന്താവില്ല, വെള്ളമാവില്ല. അതുപോലെ താഹിറായ വസ്തു കലങ്ങിയത്, അതിന് നമ്മൾ കലക്ക വെള്ളം എന്നാ പറയാം. എന്ത് കലങ്ങിയത്? പൊടി കലക്കിയ വെള്ളം എന്നാ പറയാം. അപ്പൊ അങ്ങനത്തെ വെള്ളം ഇത് പറ്റൂല, ഈ പറയപ്പെട്ട വെള്ളം പറ്റൂല. അല്ലാത്ത തൊഹൂറായ വെള്ളമാണ് പറ്റുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വലായദുറു, കുഴപ്പമില്ല. വലായദുറു, പ്രശ്നമില്ല. തഗയ്യുറുൻ ഖലീലുൻ, കുറഞ്ഞ വ്യത്യാസം. നേരത്തെ നമ്മൾ കൂടിയ വ്യത്യാസം പ്രശ്നം എന്തെന്ന് പറഞ്ഞിട്ടോ. ഇവിടെ നമ്മളെന്താ പറഞ്ഞേ? കൂടിയ തഗയ്യുറുൻ വൽ മുത്തഗയ്യിറു കസീറൻ ബി ത്വാഹിരിൻ മുഖാലിത്തിൻ യുംകിനു സൗനുൽ മാഇ, അല്ലേ? ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൂടിയ വ്യത്യാസം എന്നല്ലേ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് എന്താണ്? കുറഞ്ഞ വ്യത്യാസം. കുഴപ്പമില്ല, കുറഞ്ഞ വ്യത്യാസം. എന്തുകൊണ്ട് കുറഞ്ഞ വ്യത്യാസം? ബി മുഖാലിത്തിൻ, കലങ്ങുന്ന ഒന്നുകൊണ്ട്, കലരുന്ന ഒന്നുകൊണ്ട് കുറഞ്ഞ വ്യത്യാസം കുഴപ്പമില്ല. എങ്ങനെയുള്ള കലരുന്ന വസ്തുവാണ്? യുംകിനു സൗനുൽ മാഇ അൻഹു, വെള്ളത്തിനെ അതിനെ തൊട്ട് സൂക്ഷിക്കൽ സൗകര്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞ എന്താ? നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നിട്ട് കൂടുതലും എന്തായി വെള്ളത്തിൽ വ്യത്യാസം വന്നതാണ്. നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നിട്ട് വളരെ കുറഞ്ഞ രൂപത്തിൽ വ്യത്യാസം വന്നു, അതും കുഴപ്പമില്ല. കുറച്ച് മഷിയായി, ഒരുപാടൊന്നും വ്യത്യാസം വന്നിട്ടില്ല വെള്ളത്തിന്. ഇനി കുറഞ്ഞ പൊടിയായി, ഒരുപാടൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ വെള്ളം കുഴപ്പമില്ല, ഉപയോഗിക്കാം. ക്ലിയർ ആണോ? സുർക്കല്ല, സുർക്കനെ കുറിച്ച് ചർച്ചയല്ല. സുർക്ക കുറഞ്ഞതും പറ്റൂല, കൂടിയതും പറ്റൂല. ഒരു ലോറി ആണെങ്കിലും പറ്റൂല, ഒരു കുപ്പിയിലാണെങ്കിലും പറ്റൂല. നമ്മളിപ്പോ ഈ പകർച്ച വ്യത്യാസം വന്നതെന്നാ പറയുന്നത്. വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ അത് വെള്ളമാണ്. സുർക്ക വെള്ളമല്ല, വെള്ളത്തിന്റെ രൂപത്തിലുള്ളതാണ്. സുർക്ക വെള്ളമല്ല. സുർക്ക വേറെ ഒന്നിന് വെള്ളത്തിലായി, അപ്പോഴും കുഴപ്പമില്ല. അപ്പൊ കുറഞ്ഞ രൂപത്തിലാണ്, കുഴപ്പമില്ല. നമ്മളിപ്പോ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുമായിരുന്നു, ഈ കാര്യം വെള്ളത്തിലാവാതെ സൂക്ഷിക്കാൻ പറ്റിയിരുന്നു, എന്നിട്ടും കുറഞ്ഞ രൂപത്തിലായി, അതും കുഴപ്പമില്ല. കൂടിയ രൂപത്തിലാണെങ്കിൽ പ്രശ്നമാണ്, അതിന് വെള്ളം എന്ന് പേര് പറയില്ല, അതുകൊണ്ട് കൊടുക്കാൻ പാടില്ല. കുറഞ്ഞ രൂപത്തിലാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനിയോ ഏത് കുറഞ്ഞത് പറയുമ്പോഴോ? കുറഞ്ഞത് എന്ന് പറഞ്ഞാല് ചിലപ്പോ നമ്മൾ കുറെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ചില കലർപ്പൊക്കെ ഏത് വെള്ളത്തിലും ഉണ്ടാവും. എന്തെങ്കിലും ആയിട്ടേ ചില വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ അതിൻ്റെ pH വാല്യൂ ഒക്കെ അളന്നിട്ട് നോക്കുകയാണെങ്കിൽ, ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതൊക്കെ പ്രശ്നമില്ല എന്ന് പറഞ്ഞാല് വെള്ളത്തിന്റെ കാര്യമാണ്. അത് നമുക്ക് പല പല സമയങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളം സുലഭമായിട്ട് കിട്ടും, എന്നാൽ പല സ്ഥലത്തും വെള്ളമില്ല. അപ്പോൾ വെള്ളം നമ്മൾ മാക്സിമം ഇളവാണിത്. ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഇളവ് നൽകിയതാണ്. കുറഞ്ഞ പകർച്ചയൊന്നും കുഴപ്പമില്ല, അത് നമ്മൾ പറയില്ലേ. അത് അടുത്ത അധ്യായത്തിൽ നമ്മൾ അതിന് വിശദീകരിച്ച് പറയും. മുസ്തഅമൽ കുറഞ്ഞതാണെങ്കിൽ അതിനെങ്ങനെയാണെന്ന് പരിഗണിക്കേണ്ടത് നമ്മൾ അടുത്ത പാഠത്തിൽ പറയും. അത്
അവിടെ ഓർമ്മ ആണ് ചോദ്യം. അടുത്ത ഹെഡിങ് കണ്ട അൽ മാഉൽ മുസ്തഅമലു എന്നാണ്, മുസ്തഅമലായ വെള്ളം എന്നാണ്. നമുക്കിപ്പോൾ അവിടെ പറയാം. പിന്നെ എന്ത് പള്ളിയിലല്ലേ, ഹൗലല്ലേ? മറ്റേ അത് നമ്മളിവിടെ അങ്ങനെ തന്നെ ഇരുന്നു ആദ്യം. ഇപ്പോഴല്ലേ മറ്റേ ഇതൊക്കെ വെക്കുന്നത്, 3 ലെയർ പ്ലാസ്റ്റിക്കിന്റെ. ഇവിടെ അങ്ങനെ തന്നെ ഇരുന്നു. ആ ആ ആ ആ ആ. അത് നമ്മള് ശ്രദ്ധിക്കണം. നരസ് അങ്ങനെ വരുന്നുണ്ട്, നരസാവുന്നുണ്ട്, അതിനെ പ്രതിരോധിക്കണം നമ്മള്. അതിന് നമ്മൾ പല മാർഗങ്ങളുണ്ട്. അതിന് ടാങ്കിൽ എന്ന് പറഞ്ഞാൽ കുറെ വെള്ളം ഉണ്ടാവില്ലേ, 1000 ലിറ്ററും 2000 ലിറ്ററും ഒക്കെ വെള്ളം ഉണ്ടാവും ചിലയില്. ചിലപ്പോ 500 ലിറ്റർ, ചുരുങ്ങിയത് ഒരു 500 ലിറ്റർ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനത്തതില് 2 കുല്ലത്ത് വെള്ളത്തിൽ കൂടുതലുള്ളതില് നരസ് വീണു എന്നതുകൊണ്ട് നരസാവില്ല. അതാ ഞാൻ പറഞ്ഞത്. ഒരു ബക്കറ്റ് വെള്ളത്തിലാണെങ്കിൽ നരസ് വീണു എന്നതുകൊണ്ട് തന്നെ നരസാവും. എന്നാൽ 2 കുല്ലത്ത് കൂടുതൽ, ഏകദേശം ഒരു 292 ലിറ്റർ, 200 അല്ല 100, അവിടെ തന്നെ പറയുന്നത് 191 ലിറ്റർ അവിടെ കാണാം. നമുക്ക് അവിടെ ഇതിന് ശേഷം വരുന്നുണ്ട് 200 ലിറ്റർ കൂട്ടിക്കോ. 200 ലിറ്ററിന്റെ ടാങ്ക് ഏതായാലും എവിടെ ഉണ്ടാവില്ലല്ലോ. 200 ലിറ്റർ വെള്ളത്തിന്റെ ടാങ്ക് എവിടെ ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ മേലക്കുള്ളതൊക്കെ 2 കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളമാണ്. അപ്പൊ അത് നരസ് വീണു എന്നതുകൊണ്ട് എന്താവൂല, വെള്ളം മലിനമാവൂല. പിന്നെ എന്തു വേണം, കാക്കക്ക് വയറ്റുനോക്ക് പിടിക്കേണ്ടി വരും. ഒരു 5-6 കാക്കക്ക് ഒന്നിച്ച് വയറ്റുനോക്കണ്ട് പിടിച്ച് ഒക്കെപ്പാടണ്ട് വന്നു. എന്നിട്ടാകുമ്പോൾ എന്ത് ചെയ്തു, വെള്ളത്തിന് പകർച്ചയായി കഴിഞ്ഞാൽ, വെള്ളത്തിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അത് കൂടുതലാണെങ്കിലും പറ്റില്ല. നോക്കാം. അത് നമുക്ക് അവിടെ വരുന്നുണ്ട്. കുറഞ്ഞ വെള്ളം, കൂടിയ വെള്ളം എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസിഫിക്കേഷനും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് വെള്ളം എന്നതിന് പറയാൻ പറ്റുമോ പറ്റൂലേ എന്നതിനെ കുറിച്ചാണ് ഇപ്പൊ ചർച്ച. ഇപ്പൊ കുറഞ്ഞ വെള്ളത്തില് കുറഞ്ഞ രൂപത്തിൽ പകർച്ചയായി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതാ അതുപോലെ വലാ തഗയ്യുറുൻ കസീറുൻ കണ്ടോ, എന്തും പ്രശ്നമല്ല, വലാ പ്രശ്നമില്ല, തഗയ്യുറുൻ കസീറുൻ ധാരാളം വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. കുറേ വ്യത്യാസം വന്നു എന്നാലും കുഴപ്പമില്ല. എങ്ങനെ കുറെ വ്യത്യാസം? അതാ പറയട്ടെ. ബി മുഖാലിത്തിൻ, ഒരു കലങ്ങുന്ന വസ്തു കൊണ്ട് കുറെ വ്യത്യാസം വന്നു. പക്ഷെ എങ്ങനെയുള്ള കലങ്ങുന്ന വസ്തുവാണ്? ലായുംകിനു സാധിക്കൂല, ലായുംകിനു സാധിക്കൂല സൗനുൽമായി വെള്ളത്തിനെ സൂക്ഷിക്കൽ അൻഹു അതിനെ തൊട്ട്. നമുക്ക് അതിനെ എന്താ തടയാൻ കഴിയില്ല. മറ്റേ തടയാൻ കഴിയുന്നു, മറ്റേ തടയാൻ പറ്റിയിരുന്നത് കുറഞ്ഞ രൂപത്തിലാണെങ്കിൽ കുഴപ്പമില്ല, കൂടിയ രൂപത്തിലാണെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞു. ഇത് നമുക്ക് തടയാൻ ഇത് നമുക്ക് എന്താകുന്നില്ല, തടയാൻ പറ്റുന്നില്ല. ഏതുപോലെയൊക്കെ തുയിലബിൻ, കുളച്ചണ്ടി, കുളവാഴ കേട്ടില്ലേ, കുളവാഴ, കുളത്തിലുണ്ടാകുന്ന വാഴ, പായല്, ഇത് നമുക്ക് തടയാൻ പറ്റൂല. അതുപോലെ തീനിൻ, മണ്ണ് തടയാൻ പറ്റുമോ? ഒരു പുഴയിലുള്ള മണ്ണ് മൊത്തം നമുക്ക് അവിടെ പോയി ടൈൽസ് ഇടാൻ പറ്റുമോ പുഴയുടെ അവിടെ? ഇല്ല. അതുപോലെ കിബിരീത്തിൻ, സൾഫർ ഗന്ധകം, സൾഫർ ഒരു തരം വെള്ളാരം കല്ല് പോലത്തെ ഒരു സാധനം. ഇതുകൊണ്ടൊക്കെ ചില വ്യത്യാസങ്ങൾ വരും. വ്യത്യാസം വരും വെള്ളത്തിന്. അത് എന്തില്ല, അത് കുഴപ്പമില്ല. അത് എവിടെയൊക്കെ ഉണ്ടാവും? ഫി മക്കരിഹി, വെള്ളം സ്ഥിരമാകുന്ന സ്ഥലത്തും ഉണ്ടാവും, അമരി അല്ലെങ്കിൽ ഒഴുകുന്ന സ്ഥലത്തും ഉണ്ടാവും. വെള്ളം അങ്ങനെ ഒലിച്ചു പോകുന്ന സ്ഥലത്തും ഉണ്ടാവും, വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തും ഉണ്ടാവും. അപ്പൊ ഇവിടെ ഇത് നമുക്ക് എന്ത് പറ്റില്ല, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തടയാൻ പറ്റാത്തതാണ്. അപ്പൊ ഇതുകൊണ്ട് കൂടുതൽ പകർച്ച ഉണ്ടായാലും കുഴപ്പമില്ല. മനസ്സിലായോ?
കുളത്തിൽ വെള്ളം പച്ച കളറായിക്കണു ഈ കുളച്ചണ്ടി കൊണ്ട്, കുഴപ്പമില്ല, ഉള്ളു എടുക്കാം. കാരണം അത് നമ്മളോട് ചോദിച്ചിട്ടല്ല ആ വെള്ളത്തിൽ എന്തായത് ആ കുളച്ചണ്ടി വന്നത്. നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല. വെള്ളം കെട്ടിയിരിക്കുന്ന സമയത്ത് അതിന് വെള്ളത്തിനും അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വലാ തഗയ്യുറുൻ ബിതൂലിൽ മുക്സി, സമയം ദീർഘിക്കൽ കൊണ്ട് വ്യത്യാസം വന്നു. കുറേ കാലം നിന്നു വെള്ളേ, കുറേ കാലം വെച്ചു, അങ്ങനെ ഒരു വ്യത്യാസം വന്നു, അതും കുഴപ്പമില്ല. കാലതാമസം ദീർഘിക്കൽ കൊണ്ട് വ്യത്യാസം വന്നതും കുഴപ്പമില്ല. ഔ ബി മിൽഹിൻ, അങ്ങനൊന്നുമില്ല, കുറേ കാലം നിശ്ചിതമായൊരു സമയം അതിന് പറയാൻ കഴിയില്ല. കൊല്ലങ്ങളോളം എന്നുള്ളതൊന്നും നമുക്കതിൽ രൂപം കൊടുക്കണ്ടല്ലോ. എത്രയും പറ്റും, ഏത് വെള്ളം. പക്ഷെ ഇപ്പത്തെ നമുക്ക് മിനറൽ വാട്ടർ ഒന്നും അങ്ങനെ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ്. കാരണം അത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയണേക്കാം. ഒന്നാമത് ഈ പ്ലാസ്റ്റിക് വെള്ളം സൂക്ഷിക്കുന്ന സാധനങ്ങൾ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ഔബി മിൽഹിൻ മാഇൻ, വെള്ളത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ഉപ്പ് കൊണ്ട് വ്യത്യാസം വന്നു. വെള്ളത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ഉപ്പുണ്ട്, ഉപ്പ് മലകൾ പൊടിച്ചുണ്ടാക്കുന്ന ഉപ്പുണ്ട്. ഉപ്പ് രണ്ട് സൈസ് ഉണ്ട്. ഒന്ന് കടൽ വെള്ളം പറ്റിച്ച് വള്ളപ്പാടങ്ങളൊക്കെ ആക്കിയിട്ട് നമ്മുടെ നാട് ഭാഗത്തൊക്കെ ഇങ്ങനെ കാണാം ഉപ്പാക്കുന്ന, അങ്ങനെയുണ്ട്. പിന്നെ ഉപ്പിന്റെ മല പൊടിച്ചിട്ടുണ്ടാക്കുന്നതുണ്ട്. അപ്പോ അത് അത് അങ്ങനെ ഉണ്ട്. ആ ഇത് സംഗതി എന്താ വെച്ചാല്, ഇത് ചില രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും, അതുപോലെ വേറെ മറ്റേ ഈ മഞ്ഞുമല പോലെ ഉപ്പുമല ഉണ്ടാവും കടലില്, അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ കൊണ്ടൊക്കെ ഉണ്ടാവാം. ഇത് പിന്നെ വെള്ളം മാത്രം വറ്റിച്ചുകൊണ്ട് വേറെ ഒന്നും ചേർക്കാതെ കൃത്രിമമായ അതിന്റെ ചില രൂപങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ വെള്ളത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ഉപ്പുണ്ടാകുന്നത്. മറ്റത് അങ്ങനെയല്ല, വെള്ളമല്ലാത്ത മറ്റു വസ്തുക്കളും അതിലുണ്ടാവും, ഖരപദാർത്ഥങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് മാഇയായത് എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്, ഓൾറെഡി വെള്ളമായ സാധനം പിന്നെ ഖരമായിട്ട് വരുന്നതാണ്. മറ്റേത് അങ്ങനെയല്ല, മറ്റേത് ഖരപദാർത്ഥമാണ്, അതാണ് എന്താകുന്ന ഉപ്പായി വരുന്നത്. അപ്പൊ അത് കുഴപ്പമാണ്, ഇത് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് വ്യത്യാസം വന്നു. ഔറാഖിൻ മുത്തനാസിറത്തിൻ ബിനഫ്സിഹ, സ്വയം കൊഴിഞ്ഞ ഇല, സ്വയമായിട്ട് കൊഴിഞ്ഞു, നമ്മൾ കൊഴിച്ചതല്ല, ഫച്ച് കൊഴിച്ചതല്ല, വെള്ളം സ്വയമായിട്ട് എന്ത് ചെയ്തു, കൊഴിഞ്ഞു വീണു. ആ ഇലകൾ കൊണ്ട് വ്യത്യാസം വന്നു, അതും എന്തായി, വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. വലാ തഗയ്യുറുൻ ബി മുജാവിരിൻ, കലരാത്ത വസ്തു കൊണ്ട് വന്നാലും കുഴപ്പമില്ല. കലരാത്ത വസ്തു, നമ്മളിപ്പോൾ കലങ്ങുന്ന വസ്തുവാണ് മുഖാലിത്ത് പറഞ്ഞത്, അതിന്റെ ഓപ്പോസിറ്റാണ് മുജാവിർ, കലരാത്ത വസ്തു. വെള്ളത്തിൽ കലരാത്ത വസ്തു കൊണ്ട് വ്യത്യാസം വന്നാലും കുഴപ്പം ഇല്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വഹുവ എന്താ മുജാവിർ എന്ന് പറഞ്ഞാൽ? അതെന്താ മുജാവിർ എന്ന് പറഞ്ഞാൽ? വഹുവ മാ, ഒന്നാണ്, യതമയ്യസു, അത് വേറിട്ട് നിൽക്കും, ലിന്നാദിരി, നോക്കുന്നവന്, കാണുന്നവൻ അത് വേറിട്ട് നിൽക്കും. ഇതുപോലെ കഴൂദിൻ, തടിക്കഷ്ണം പോലെ, ഒതുഹുനിൻ, എണ്ണ പോലെ. നമ്മൾ കാണുമ്പോൾ വേറിട്ട് ഇങ്ങനെ കാണാം. വെള്ളം ഏതാണെന്നും കാണാം, ആ വസ്തു ഏതാണെന്നും കാണാം അല്ലേ? വെള്ളത്തിൽ എണ്ണ ആയിക്കഴിഞ്ഞാൽ എണ്ണ എവിടെ കിടക്കുന്നത്, വെള്ളം എവിടെ കിടക്കുന്നത് കാണാം. ഒരു തടിക്കഷ്ണം വെള്ളത്തിൽ കടന്നാൽ ആ തടിക്കഷ്ണം എവിടെയാണ്, വെള്ളം എവിടെയാണ്, നമുക്ക് കണ്ണുകൊണ്ട് വേർതിരിച്ച് കാണാൻ പറ്റും. അങ്ങനെയുള്ള വസ്തു കൊണ്ട് വെള്ളത്തിൽ എന്തെങ്കിലും കുഴപ്പം വന്നാലും കുഴപ്പം ഇല്ല. എവിടെ എവിടെ അത് അത് കടലിന്റെ, അത് നമ്മുടെ കാഴ്ചന്റെ പ്രശ്നമാണ്. നമ്മള് ഇപ്പോ ഫ്ലൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ ഈ എന്താണ് ബ്ലൂ എർത്ത് എന്നാണ് നമ്മളെ ഇന്ത്യ എന്നാണ് ഭൂമിയെ കുറിച്ച് ബ്ലൂ എന്നാ പറയാം. കാരണം നമ്മൾ മേലെ നോക്കുമ്പോൾ ബ്ലൂ ആയിട്ട് തോന്നുന്നതാണ്, ബ്ലൂ അല്ലല്ലോ മൊത്തം.
അതുപോലെ നമ്മളെ കാഴ്ചൻ്റെ ഒരു പ്രശ്നമാണത്. ഇതല്ല പറഞ്ഞേ. ഇതിപ്പോൾ നമ്മൾ ഒരു ഒരു വലിയൊരു മരക്കഷ്ണം വെള്ളത്തിൽ വീണു. അപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മരക്കഷ്ണം ആ വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞു ചേരാതെ ഇങ്ങനെ കുറേ വെള്ളത്തിൽ കിടക്കുമ്പോൾ ചെറിയ എണ്ണമഴുക്ക് പോലെ ഇങ്ങനെ ചെറിയൊരു വ്യത്യാസം കാണാം വെള്ളത്തിൽ. അതിന് ആ വെള്ളം ആ സാധനം വീണതിൻ്റെ കാരണം. അതുപോലെ എണ്ണ വെള്ളത്തിൽ വീണു. എണ്ണ വെള്ളത്തിലായി കഴിഞ്ഞാലും എണ്ണം വേറെ നിൽക്കും. വെള്ളം എണ്ണവും പാടെ കൂടിക്കളയൂല. അത് നമുക്ക് വേറെ ആയിട്ട് കാണാൻ പറ്റും. അത് ഉതുർക്കാം. അല്ല, അതൊന്നും ഉതുർക്കാന്ന് പറഞ്ഞാൽ എണ്ണയെന്ന് ഉതുർക്കാന്നല്ല. ആ എണ്ണ വീണിട്ട് പകർച്ചയായി വെള്ളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഉതുർക്കാൻ പറ്റും. അതുപോലെ മരം വീണിട്ട് പകർച്ചയായി വെള്ളത്തിനും കൊണ്ട് എണ്ണ കൊണ്ട് ഉതുർക്കാന്നല്ല കേട്ടോ. എണ്ണ കൊണ്ട് ഉദു ചെയ്യാന്നല്ല നമ്മൾ പറയണേ. അവിടെ എന്ത് പറ്റും? ആ വെള്ളം കൊണ്ട് അത് പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, വെള്ളം എന്ന് പറഞ്ഞാല് അതിന് നിർവചനം പറഞ്ഞു. തൊഹൂറായ വെള്ളം എന്താന്ന് പറഞ്ഞു. അതിന്റെ മറ്റൊരു പേര് പറഞ്ഞു. പിന്നെ വെള്ളത്തിന് വ്യത്യാസം വരുന്നതുമായി ബന്ധപ്പെട്ടും നമ്മൾ എന്ത് ചെയ്തു? കാര്യങ്ങൾ പറഞ്ഞു. വെള്ളത്തിന് വ്യത്യാസം വരുന്നതുമായി ബന്ധപ്പെട്ടു അത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ശുദ്ധിയുള്ള വസ്തു വെള്ളവുമായി കൂടിക്കലർന്നു. എന്നാൽ സൂക്ഷിക്കാൻ പറ്റുന്ന പ്രയാസമുള്ള ഒരു വസ്തു വെള്ളവുമായി കൂടിക്കലർന്നു. എന്നാൽ അത് ധാരാളം വ്യത്യാസമുണ്ടെങ്കിൽ കുഴപ്പമാണ്. കുറഞ്ഞ വ്യത്യാസമാണെങ്കിൽ കുഴപ്പമില്ല. ഇനി സൂക്ഷിക്കാൻ പറ്റാത്തതാണ്. അത് വെള്ളത്തിൽ കൂടിക്കലർന്നു. അത് വെള്ളത്തിൽ എന്ത് ചെയ്തു? കൂടിക്കലർന്നു. അത് കുറേ വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. ഇനിയോ വെള്ളത്തിൽ കലങ്ങാത്തൊരു വസ്തുവാണ്. അതുകൊണ്ടും വ്യത്യാസം വന്നാൽ കുഴപ്പമില്ല. കുറേ കാലം വെള്ളം സൂക്ഷിച്ചു വെച്ചു, ഉപയോഗിക്കാതെ വെച്ചു, അപ്പോഴും കുഴപ്പമില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം.